ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2024 സെപ്റ്റംബർ 16 വൈകിട്ട് 7:42 കന്നി രവി സംക്രമമാണ്. അതായത് സൂര്യൻ കന്യരാശിയിലേക്ക് രാശി മാറുന്ന ദിവസം. ഇപ്പോൾ സൂര്യൻ കന്യരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 16 വൈകിട്ട് 7:42 കന്യരവി സംക്രമം. അതായത് ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ നിന്ന്, അഥവാ സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് സൂര്യൻ മിത്രരാശിയായ ബുധൻ്റെ രാശിയിലേക്ക്, കന്യരാശിയിലേക്ക് രാശി മാറുന്ന സമയം. ഒക്ടോബർ 16 വരെ ആ സൂര്യൻ കന്യരാശിയിൽ ഉണ്ടാകും. 22 വരെ രവിയും ബുധനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യനും ബുധനും എന്ന് പറയുന്നത് ഏറെക്കുറെ മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ കന്യരാശിയിൽ ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് കന്നി രവി സംക്രമം. ഇപ്പോൾ കന്യരാശി എന്ന് പറയുന്നത് ഭൂമി തത്വരാശിയാണ്. ബുധൻ്റെ ഉച്ചരാശിയാണ്. കാലപുരുഷൻ്റെ 5ാം ഭാവാധിപനാണ് ആ സൂര്യൻ. ആ സൂര്യൻ കാലപുരുഷൻ്റെ 6ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ പൊതുവെ സൂര്യൻ കന്യരാശിയിലേക്ക് രാശി മാറുമ്പോൾ പ്രായോഗിക ചിന്ത കൂടും, കാര്യക്ഷമത കൂടും, കാര്യങ്ങളെയൊക്കെ അപഗ്രഥിക്കാനുള്ള ശേഷി കൂടും, ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. അന്യരെയൊക്കെ സേവിക്കുന്നതിനും ആരോഗ്യ പരിപാലനത്തിനൊക്കെ അനുകൂല സമയമാണ്. ആസൂത്രണ നിർവഹണത്തിനും അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ മത്സരവീര്യത്തോടെ തരണം ചെയ്യുന്നതിനും അനുകൂല സമയമാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുക്കും ചിട്ടയും ഒക്കെ കൊണ്ടുവരുന്നതിന് ഈ സൂര്യൻ്റെ 6ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം സഹായകമാകും. അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ ഭാവാധിപത്യം, സൂര്യൻ ജാതകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സൂര്യൻ്റെ ബലം, യോഗം, ദൃഷ്ടി, ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സൂര്യൻ്റെ കന്യരാശിയിലേക്കുള്ള രാശിമാറ്റം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ കുറുകാരെയും സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കുറുകാർക്കും ലഗ്നക്കാർക്കും കന്യരവി സംക്രമത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 5ാം ഭാവാധിപനാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ 16 വൈകിട്ട് 7:42 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 6ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ 5ാം ഭാവരാശിയിൽ 22 വരെ സ്ഥിതി ചെയ്യുന്നു. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6ാം ഭാവരാശിയിൽ. അപ്പം സെപ്റ്റംബർ 22 വരെ ബുധനും സൂര്യനുമൊക്കെ പരിവർത്തന യോഗത്തിലായിരിക്കും. അതിനുശേഷം ബുധൻ 6ാം ഭാവരാശിയിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു. അങ്ങനെ ബുധനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം വരുന്നു. 6ൽ കേതു സ്ഥിതി ചെയ്യുന്നു. 6ൽ കുജൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ്റെ 6ാം ഭാവരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനുള്ള ഒരു ആത്മധൈര്യം ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും കൊടുക്കും. പ്രത്യേകിച്ച് പ്രായോഗിക ബുദ്ധി കൊണ്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. തൊഴിലിടത്തൊക്കെ പ്രാക്ടിക്കൽ സ്കില്ല് കൂടുന്ന സമയമാണ്. കോവർക്കേഴ്സിനിടയിൽ ഒരു സൽപ്പേര് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. തൊഴിലിടത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ശ്രമം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഭാഗ്യഭാവാധിപൻ 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഇവകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പിതൃകാരനായിട്ടുള്ള സൂര്യൻ ഈ 6ാം ഭാവരാശിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം
സുഖകരമാകണമെന്നില്ല. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾക്കൊക്കെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ തിളക്കം ആർന്ന വിജയം ഉണ്ടാകും. വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. സർക്കാർ സഹായം പ്രതീക്ഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം സ്ട്രെസ്, ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർ അവരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമല്ല. നിസ്സാര കാര്യങ്ങൾക്ക് പിടിവാശി, വാഗ്വാദമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അവയിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈഗോ ക്ലാഷസ് ഉണ്ടാകാതെ നോക്കണം. സൂര്യൻ 12ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചിലർക്ക് ദൂരയാത്രകളൊക്കെ ഉണ്ടാകും. രവിയും കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്ന സമയമായതുകൊണ്ട്, അതുപോലെ തന്നെ 18നൊക്കെ ചന്ദ്രഗ്രഹണമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഒരു മെൻ്റൽ ടെൻഷൻ ഒക്കെ ഈ കുറുകാർക്ക് ഈ 16-22 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ചിലർക്ക് ചെറിയ തോതിൽ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഇനി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും കന്നിരവി സംക്രമത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാകുമെന്ന് നോക്കാം. ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും 4ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ 16, 7:42 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഈ 5ാം ഭാവാധിപൻ ബുധനും അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും സെപ്റ്റംബർ 22 വരെ പരിവർത്തന യോഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 5ൽ കേതു ഉള്ള സമയമാണ്. 5ൽ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയും വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ മനസ്സിലുള്ള കാര്യങ്ങൾ അവയുടെ പ്രാധാന്യമനുസരിച്ച് അവയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും. പൊതുവെ തന്നെക്കുറിച്ച് സ്വയം പഠിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം, ആദരവ് ഒക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കഴിവും സാമർഥ്യമൊക്കെ മറ്റു ബന്ധങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ച് ഒഫീഷ്യൽ തലത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഉയർന്ന സ്ഥാനത്തിനും പദവിക്കുമൊക്കെ അർഹത കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനിലും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ വളരെ ശോഭിക്കാവുന്ന സമയമാണ്. സൂര്യൻ 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഈ തൊഴിലിലും ധനപരമായ കാര്യങ്ങളിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കും. സർക്കാർ വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും മറ്റു ബിസിനസ്സുകാർക്കും ഒക്കെ തന്നെ ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ പിതൃധനമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. സൂര്യൻ 11 ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലുമൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. രവിയും ബുധനും കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന അവസ്ഥ ഉള്ള സമയമായതുകൊണ്ട് പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല. ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. പിതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പേരൻസിന് സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുള്ള സമയമാണ്. വീട്, അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ ക്ഷമിക്കാവുന്ന സമയമാണ്. ഏത് കാര്യത്തിലും ഇടപെടുന്നതിനും അതുപോലെ എന്ത് കാര്യങ്ങളിലും വീഴ്ചകൾ കണ്ടെത്തിയാൽ അവ വിമർശിക്കുന്നതിനുമൊക്കെ ഈ കുറുകാർ ചിലപ്പോൾ തയ്യാറായെന്ന് വരാം. പ്രഭാഷണത്തിലും സംസാരത്തിലുമൊക്കെ തന്നെ ഒരു നർമ്മരസം ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഇനി മിഥുന കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും, അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഈ കന്നിരവി സംക്രമം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. മിഥുന കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും
മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ 16 വൈകിട്ട് 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 22 വരെ 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പരിവർത്തന യോഗത്തിലായിരിക്കും. അതുപോലെ 4-ാം ഭാവരാശിയിൽ കേതു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ 4-ലേക്ക് കുജൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജന്മരാശിയിലാണ് കുജൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ പൊതുവെ മാനസികമായിട്ട് ഒരു സ്ട്രെസ്സ്, ടെൻഷൻ, സുഖക്കുറവ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുക. പാരൻസുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൃദ്രോഗം പോലെയുള്ള BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരൊക്കെ പ്രത്യേകിച്ച് കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. വ്യക്തിബന്ധങ്ങളിലും അതുപോലെ കുടുംബ ജീവിതത്തിലൊക്കെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നതിനാൽ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. സൂര്യൻ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആ സൂര്യൻ്റെ 10-ലെ ദൃഷ്ടിയൊക്കെ ഗുണം ചെയ്യും. അതേസമയം ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 10-ൽ രാഹു ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. തൊഴിൽ മാറണമെന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിദേശ വിപണനം നടത്തുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ്. തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയൊന്നും വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം. രവിയും ബുധനും ഒക്കെ യോഗം 4-ൽ വരുന്നത് പഠനത്തിൽ നിപുണ യോഗം ഉണ്ടാക്കും. എങ്കിലും 4-ൽ ആ കേതുവൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ രവിയും കേതുവുമായിട്ടുള്ള യോഗം, ബുധനും കേതുവുമായിട്ടുള്ള യോഗം, അതുപോലെ കുജൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ ഉള്ളതുകൊണ്ട് പഠനത്തിലൊക്കെ ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം. ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കാൻ അത് സഹായകമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ കന്നി രവി സംക്രമം എന്ത് നേട്ടങ്ങൾ, എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകക്കുറുകാരെന്ന് പറയുമ്പം പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ, അതുപോലെ പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ കർക്കിടക ലഗ്നക്കാർക്കും കർക്കിടക കൂറുകാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 2-ാം ഭാവാധിപനാണ്. ആ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ 16-ന് വൈകിട്ട് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 3-ാം ഭാവാധിപനും 2-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധനും സൂര്യനും സെപ്റ്റംബർ 22 വരെ പരിവർത്തന യോഗത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രവിയും ബുധനുമായിട്ടുള്ള യോഗം ആ 3-ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. 3-ൽ കേതുവുണ്ട്. 3-ൽ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ സൂര്യനാണെങ്കിൽ 9-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ധനാർജനം കൂട്ടുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടും. ഏത് കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന സമയമാണ്. എഴുത്തുകാർ, പ്രഭാഷകർ, അതുപോലെ ഈ പുസ്തക പ്രസാധകർ, ഇവർക്കൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാവുന്ന സമയമാണ്. കുടുംബജീവിതം സുഖകരമാകും. എങ്കിലും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം സുഖകരമാകണമെന്നില്ല. ധനപരമായ കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരും. ചിലർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഡൊമസ്റ്റിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വർക്ക് പ്രഷർ ഉണ്ടാകാവുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. ചിലപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്കോ തൊഴിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അത് സഹായകമാകും. പൊതുവെ ധൈര്യം, വീര്യം, കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാവുന്ന സമയമാണ്. മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ ആക്റ്റീവാകും. വായനയിലും അതുപോലെ പഠനത്തിലുമൊക്കെ താല്പര്യം കൂടും. എങ്കിലും കേതുവുമായിട്ട് ആ ബുധനും സൂര്യനും ഒക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട്
ചിലപ്പോൾ പഠനത്തിലൊക്കെ ഒരു ഡൈവർഷൻ ഉണ്ടായെന്ന് വരാം, അവിടെ ശ്രദ്ധിക്കണം. വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് അതുപോലെ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. അതേസമയം പഠന ചെലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവെ ഒരു ധനച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. പിതാവിനോടും മുതിർന്നവരോടും ഗുരുക്കന്മാരോടുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയാതെ നോക്കണം. സുഹൃത്തുക്കൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.